നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ നിന്ന് ചോദ്യം കിട്ടാൻ സാധ്യതയുള്ള രണ്ട് സാമ്യതയുള്ള വാക്കുകൾ വിഷൻ ആൻഡ് മിഷൻ. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒരു ഹോസ്പിറ്റലിൻ്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. വിഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്, അതാണ് മെയിൻ ഡിഫറൻസ്. നേരെ മറിച്ച് മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന് മലയാളത്തിൽ പറയും, അത് എന്താ പറയുന്നത്, പ്രസൻറ്റ് ഫോക്കസ്ഡ് ആണ്. വിഷൻ്റെ മലയാളം ദീർഘദർശനം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം വിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം കുറേ വർഷങ്ങൾക്ക് ശേഷം, ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് എന്തായി തീരണം എന്നുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഫ്യൂച്ചർ ഗോൾ അല്ലെങ്കിൽ ഡ്രീം, അതിനെയാണ് എന്ത് പറയുന്നത്, വിഷൻ എന്ന് പറയുന്നത്. ഒരു 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ഒരു ലീഡിങ് ഹോസ്പിറ്റലായിട്ട് ഈ സ്ഥാപനം മാറണം, ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതാണ് ആ സ്ഥാപനത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? നേരെ മറിച്ച് മിഷൻ എന്ന് പറയുന്നത് അത് പ്രസൻറ്റ് ഫോക്കസ്ഡ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പ്രസൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പ്രസൻറ്റ് ഫങ്ഷൻ എന്താണ്, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് മിഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ അത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കും, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, ദൈനംദിനം ഡേ ടു ഡേ ലൈഫിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ സ്ഥാപനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അങ്ങനെ ആ പ്രസൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത് മിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രസൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ് എന്ത് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഗോളാണ് ആ സ്ഥാപനത്തിൻ്റെ. മിഷൻ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും RN എക്സാംസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ക്രാഷ് കോഴ്സസും റെഗുലർ ക്ലാസ്സസും ഒക്കെ നമ്മുടെ നഴ്സിംഗ് പ്ലീസ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ട് ലഭ്യമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഒരു 2000 rupees ഡിസ്കൗണ്ട് എല്ലാ മെയിൻ കോഴ്സസിനും. അത് ജനുവരി 1 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്.